Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എവിടെ വരെ എടുത്തത്? എത്ര നമ്പേഴ്സ് വരെയായി? നമ്മള് 12 മാം. 12 വരെയായി. ഫ്ലോ മീറ്റർ. ഓക്കെ, 12 വരെയും കംപ്ലീറ്റ് ആണല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. Okay, this next ആണ് 13th syringe pump. A syringe driver or syringe pump is a little infusion pump. Some consist of infuse and withdraw capability used to administer gradually small amount of fluids with or without medication to a patient or for use in chemical and biomedical research. ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം മെഡിക്കൽ എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്തത്? കാരുണ്യ, ഐസിയുവില്. ഐസിയുവിലൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഉപകരണം അല്ലെങ്കിൽ എക്യുപ്മെന്റ്? അതെ, ഇഞ്ചക്ഷൻ പോലെയുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ. നോക്കിയേ, a syringe driver or syringe pump is a little infusion pump. ഒരു വളരെ ചെറിയ ഒരു ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പമ്പാണ്. Some consist of infuse and withdraw capability. ചില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു മരുന്നുകളാവാം, മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പമ്പാണ് സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രിവർ എന്ന് പറയുന്നത്. Some consist of infuse and withdraw capability. ചിലവയ്ക്ക് നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ പറ്റും, ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. Used to administer gradually small amounts of fluid. വലിയ രീതിയിലല്ല, വളരെ ചെറിയ എമൗണ്ടില്, വളരെ ചെറിയ രീതിയില് ദ്രാവകങ്ങളോ ഒരു രോഗിക്ക് വേണ്ടിയ അളവിലുള്ള ദ്രാവകങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ ചെറിയ എമൗണ്ടില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകർന്നു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. അത് വിത്തൗട്ട് മെഡിക്കേഷൻ ആണ്. ചിലതില് മരുന്നുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലതിലോ ചിലപ്പോ മരുന്നായിരിക്കില്ല, അല്ലാത്ത എന്തെങ്കിലും മറ്റെന്തെങ്കിലും പോഷകാഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ ആയിരിക്കാം. ചിലതില് നമുക്ക് മെഡിസിൻസ് ഉൾപ്പെടുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് അല്ലാത്ത രീതിയിലുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രാവക ഭാഗമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ പേഷ്യൻസിന് അല്ലെങ്കിൽ മറ്റു രോഗികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പമ്പാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണ മേഖലകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രിവർ എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. ഒരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പാണ്. അത് നമുക്ക് സാധനങ്ങൾ, ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ ചെറിയ എമൗണ്ട് ആയിട്ട്, വളരെ കൃത്യമായിട്ടുള്ള അളവില്, വളരെ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ അളവില് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് മേഖലകളിലും ഇത് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വായിച്ചു നോക്കിയേ, സിറിഞ്ച് പമ്പ് ക്ലിയർ ആണോ? നോക്കിയേ വേഗം. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെതസ്കോപ്പ്. ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് പരിശോധന നടത്തുന്നത് സ്റ്റെതസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. The stethoscope is an auditory medical device
for auscultation or listening to the inner sounds of an animal or human body. ഇതിനു വേണ്ടിയ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ്. ഓഡിറ്ററി എന്ന് പറയുന്നത് ശ്രവണ കേന്ദ്രീകൃതമായിട്ടുള്ള സൗണ്ടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉപകരണമാണ്. അവിടെ സൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസൺ ചെയ്യുന്നത്, കേൾക്കാൻ സഹായിക്കുന്നത്. ഇറ്റ്സ് എ മെഡിക്കൽ ഡിവൈസ് ഫോർ auscultation or listening to the inner sounds of an animal or human body. അപ്പൊ നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനിമൽസിനെയാണ് പരിശോധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയാണ് പരിശോധിക്കുന്നതെങ്കിൽ അവരുടെ ഇന്നർ സൗണ്ട്, ആ ഒരു ബോഡിയുടെ ഉള്ളിലുള്ള സൗണ്ട് അല്ലെങ്കിൽ ശബ്ദത്തെ കേൾക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും സൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നർ സൗണ്ടുകൾ ലിസൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ. auscultation എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഓർ ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. auscultation എന്ന് പറഞ്ഞാൽ അനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഇന്നർ സൗണ്ട്സ് ലിസൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് കേട്ടോ. Then it will have a small disc-shaped resonator that is put against the chest and two tubes connected to earpieces. It is often used to hear the sounds of the lungs and heart. Okay, ഇവിടെ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കി നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റെതസ്കോപ്പ് തന്നെയാണ് അല്ലെ. അതിലൊരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രതിധ്വനി അല്ലെ. ആ ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി അല്ലെ, ആ ഒരു ഭാഗമല്ലേ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് വെച്ച് നോക്കുന്നത് ഡോക്ടർ അല്ലെ. അവിടെ നിന്ന് സൗണ്ട് ഹിയർ ചെയ്യുന്ന ലിസൺ ചെയ്യുന്ന സൗണ്ടിലെ ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇയർ പീസ്, ഡോക്ടറിന്റെ ചെവിയിൽ വെക്കാൻ പറ്റുന്ന 2 ഇയർ പീസുകൾ ഉണ്ട് അല്ലെ, അതിലേക്ക് ട്യൂബ് വഴി ഇതിനെ കണക്ട് ചെയ്യുന്നു. Then it is often used to hear the sounds of the lungs and heart. നമ്മുടെ ഹാർട്ടിന്റെയും അതുപോലെ ഹൃദയത്തിന്റെയും ഒക്കെ ശബ്ദം കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ്. വെച്ചാൽ സൗണ്ടിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഇനി auscultation ഓർ എന്താണ്, ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. അനിമൽസിന്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെയോ ഇന്നർ സൗണ്ട്, ഉള്ളിലുള്ള സൗണ്ടുകളിൽ ശബ്ദത്തെ ലിസൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അതിന് ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ ഉണ്ടാവും. അതുവഴി ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ട് 2 ഇയർ പീസുകളിലേക്ക് ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതെന്താ യൂസ് ചെയ്യുന്ന പറഞ്ഞേ, ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ലങ്സ് ആൻഡ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റെതസ്കോപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. വേഗം ഒന്ന് സ്റ്റെതസ്കോപ്പ് വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്രാഷ് കാർട്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ക്രാഷ് കാർട്ട് ഏത് മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞത്. ക്രാഷ് കാർട്ട് ഏതെങ്കിലും ഉള്ളിൽ നമ്മൾ പഠിച്ചോ? ട്രോളിയുടെ ഉള്ളിൽ അല്ലെ, ട്രോളിയിൽ അത് തന്നെ. നമ്മുടെ ട്രോളിയിൽ പലതരത്തിലുള്ള ട്രോളികളിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ക്രാഷ് കാർട്ട്. നമുക്കിവിടെ എക്സ്ട്രാ ഒരു എക്യുപ്മെന്റ് ആയിട്ട് തന്നെ അത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ബൈ other names like a cord cart and max cart. A cash cart or crush cart or cord cart or max cart is a set of trays, drawers or shelves on wheels used in hospital for transportation and the dispensing of emergency medication or equipment at the site of medical or surgical emergency for life support protocols to potentially save someone's life. ഈ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ട്രോളിയാണ് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ്. ഇനി ക്രാഷ് കാർട്ടിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് കോർഡ് കാർട്ടും മാക്സ് കാർട്ടും. ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ചോദിക്കാറുണ്ട്. ഈ ക്രാഷ് കാർട്ടിനെ വിളിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? കോർഡ് കാർട്ടും മാക്സ് കാർട്ടും കേട്ടോ.
അപ്പൊ കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട് അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ട്രേസ്. ഒന്നില്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ട്രേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷെൽഫുകളാവാം. ഓർ വീൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. അത് എന്തിലായിരിക്കും? വീൽസിലാണ് കാണപ്പെടുന്നത് അല്ലെ, ചക്രങ്ങൾ ഉണ്ടാവും അതിനുള്ളിൽ. Then in hospital for transportation and dispensing of emergency മരുന്നുകള് അല്ലെങ്കിൽ ഉപകരണങ്ങള് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ എമർജൻസി സിറ്റുവേഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ എന്താണ് മറ്റു പേരുകൾ ഏതാ? കോർഡ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലില് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് അല്ലെങ്കിൽ ഒരു സർജിക്കൽ എമർജൻസി വന്നാല് ഉടനടി ആ സ്ഥലങ്ങളിലേക്ക് എന്താ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, എമർജൻസി മെഡിക്കേഷൻസ്, മരുന്നുകളാവാം അല്ലെങ്കിൽ എമർജൻസി ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് അല്ലെങ്കിൽ കോർഡ് കാർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്രോളി പോലെ തന്നെയാണ്, നമ്മുടെ ട്രോളിയുടെ ഉള്ളിൽ പഠിച്ച കാര്യമാണ് അല്ലെ. വീൽസ് ഉണ്ടായിരിക്കും, അതിൽ ഒന്നില്ലെങ്കിൽ ട്രേസിലായിട്ടായിരിക്കും സാധനങ്ങൾ അടക്കുന്നത്, അല്ലെങ്കിൽ ഡ്രോയേഴ്സ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷെൽഫുകളായിരിക്കാം. Then for life support protocols. ഇനി ACLS എന്ന് പറഞ്ഞാൽ എന്താണ്? ACLS അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അതൊന്ന് എഴുതി വെച്ചോട്ടോ. ACLS അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. Then ALS എന്താണ്? ALS അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടും ACLS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട് ടു പൊട്ടൻഷ്യലി സേവ് സംവൺസ് ലൈഫ്. ഇനി എന്തിനാണ് ഇത്? നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ എന്താ ഒരു വ്യക്തിയുടെ ലൈഫ് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ACLS-ഉം ALS-ഉം. എന്ന് വെച്ചാല് ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, പെട്ടെന്ന് ഒരു എമർജൻസി മെഡിക്കേഷൻസ് വന്നാല് എങ്ങനെയാ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതെ CPR പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാർഡിയോവാസ്കുലർ എമർജൻസി കേസുകൾ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് കേസുകൾ വന്നാല് അവിടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അന്ന രീതിയിൽ ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന ഓരോ എമർജൻസി മെഡിക്കേഷൻസിലും എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് അവിടെ പാലിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സർജറി ആയിരിക്കും എമർജൻസി ആയിട്ട് വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവിടേക്ക് ഒരു എമർജൻസി മരുന്നുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റു പേരുകളാണ് കോർഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട് എന്ന് പറയുന്നത്. വേഗം ഒന്ന് ക്രാഷ് കാർട്ട് വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. CORD ആണ് കേട്ടോ, കോർഡ്. ക്ലിയർ ആണോ ക്രാഷ് കാർട്ട്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് നെബുലൈസർ. നെബുലൈസർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാങ്ങിച്ചു വെക്കാറുണ്ട് അല്ലെ നെബുലൈസർ. എന്തിനു വേണ്ടിയാ നെബുലൈസർ യൂസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നേ നെബുലൈസർ? ആവി പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടുത്തെയും യൂസേജ്. Then it is a drug delivery instrument. അപ്പൊ നമ്മൾ ഇവിടെ ആവി പിടിക്കുമ്പോൾ ഈ നെബുലൈസറിൽ എന്തെങ്കിലും മരുന്നുകളൊക്കെ മെഡിസിൻസ് ഒക്കെ ഇടാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ടോ?
ഉണ്ട് അല്ലെ? അത് തന്നെയാണ്. അപ്പൊ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മരുന്നുകൾ ആ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നെബുലൈസർ. യൂസ് ടു ഗീവ് മെഡിക്കേഷൻസ് ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻ ടു ദ ലെൻസ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ നെബുലൈസ് ചെയ്യുമ്പോൾ മരുന്നുകൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ലെൻസിലേക്ക് പോകുന്നത്? മിസ്റ്റിന്റെ രൂപത്തിലാണ്. ആണോ? ഈർപ്പം അല്ലെങ്കിൽ എന്താണ്, ചെറിയൊരു മൂടൽ മഞ്ഞിന്റെ രൂപത്തിലല്ലേ പോകുന്നത് അല്ലെ? ആ ഒരു രീതിയിലാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ശ്വസിക്കുമ്പോ ആ ഒരു മരുന്നുകൾ അവരുടെ ലെൻസിലേക്ക് പോകുന്നത്. And nebulizers are mainly used the treatment of cystic fibrosis. എന്താണ് cystic fibrosis? കേട്ടിട്ടുണ്ടോ cystic fibrosis? ഒരു ജനിതക വൈകല്യമാണ് കേട്ടോ. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒരു അപൂർവമായിട്ട് വരുന്ന ഒരു ജനിതക വൈകല്യമാണ്. എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? അങ്ങനെയുള്ള പേഷ്യൻസിന് എന്തായിരിക്കും? നെബുലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ, നെബുലൈസ് ചെയ്യുന്നത് കൂടുതലും ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകളാണ് അല്ലെ? ശരിയാണ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസതടസ്സം അനുഭവപ്പെടും അവർക്ക്, എപ്പോഴും കഫം, ചുമ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ദീർഘകാല പ്രശ്നങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ല സ്ഥിരം അവരത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു ജനിതക വൈകല്യമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് അങ്ങനെയുള്ള ലെൻസിലേക്ക് ഇത് കുറയുന്നതിന് വേണ്ടി, ആ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നെബുലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഹേൽ ചെയ്യുന്ന ശ്വസനം കുറച്ചും കൂടി അനായാസമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ആസ്മയുള്ള പേഷ്യൻസിന് നമ്മൾ നെബുലൈസ് ചെയ്യാൻ പറയും അല്ലെ ഡോക്ടേഴ്സ് ചെല്ലുന്ന സമയത്ത്. ദെൻ COPD. എന്താണ് COPD? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഒന്ന് എഴുതി വെച്ചേ, COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമ്മുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് അല്ലെ? നമ്മുടെ ശ്വാസകോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയും അതുവഴി നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, കഫക്കെട്ട് മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്ത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ്, മറ്റ് ശ്വസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റു രോഗങ്ങള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകല്യങ്ങള് മുതലായിട്ടുള്ളവയ്ക്കൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകള് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? മിസ്റ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ ഈർപ്പം അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മൂടൽ മഞ്ഞിന്റെ രൂപത്തില് ഒക്കെയാണ് മരുന്നുകൾ നമ്മുടെ ഈ ഒരു നെബുലൈസർ ഉപയോഗിച്ച് ഇൻഹേൽ ചെയ്യുമ്പോൾ ഈ ശ്വസിക്കുന്ന സമയത്ത് അവരുടെ ലെൻസിലേക്ക് ഈ മരുന്നുകൾ ആ ഒരു മിസ്റ്റിന്റെ ഫോമിലാണ് എത്തപ്പെടുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ നെബുലൈസർ. ക്ലിയർ ആണോ? നെബുലൈസർ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ സ്റ്റീം ഇൻഹേലർ. COPDയുടെ ഫുൾ ഫോമോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റീം ഇൻഹേലർ. ഈ ഒരു സാധനം നമ്മുടെ വീടുകളിൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? സ്റ്റീം ഇൻഹേലർ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ നെബുലൈസറും ഒരു സ്റ്റീം ഇൻഹേലറും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും സെയിം ആണോ? രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സ്ക്രീനിൽ കാണുന്നില്ലേ?
ജിൻഷയ്ക്ക് മാത്രമാണോ കാണാൻ പറ്റാത്തത്? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്താണ് അതിന്റെ വ്യത്യാസം? നെബുലൈസറും സ്റ്റീം ഇൻഹേലറും തമ്മിലുള്ളത് വ്യത്യാസം എന്താ? ഇവിടെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പിന്നെ അവിടെ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ വരുന്ന നീരാവി അല്ലെങ്കിൽ ആ ഒരു ഈർപ്പം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സ്റ്റീം എന്ന് പറയുമ്പോൾ നീരാവിയാണ് അല്ലെ. അവിടെ ഒരു ഹോട്ട് ആയിട്ടുള്ള ചൂടുള്ള രീതിയിലുള്ള സ്റ്റീം അല്ലേ അല്ലെങ്കിൽ മിസ്റ്റ് അല്ലേ വരുന്നേ അല്ലെ, ചൂടുണ്ടാവാറില്ലേ? ജിൻഷയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. നമ്മുടെ നോർമൽ ആയിട്ട് ഒരു ഇൻഹേലർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്റ്റീം ഇൻഹേലർ യൂസ് ചെയ്യുമ്പോഴും കുറച്ച് വ്യത്യാസങ്ങൾ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നെബുലൈസ്, അതെ, കുട്ടികൾക്ക് സ്യൂട്ടബിൾ അല്ല. എന്താണ്, നമ്മളിപ്പോ ഒരു വീടുകളിലാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീം ഇൻഹേലർ അല്ലേ അല്ലെ. എല്ലാവരുടെ വീട്ടിലും ചിലപ്പോ നെബുലൈസർ ഒന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും സ്റ്റീം ഇൻഹേലർ മിക്കവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ. നമ്മൾ പണ്ട് മുതലേ ഇതേ മെത്തേഡ് നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യാറ്? ഒരു ഇൻഹേലർ അല്ലെങ്കിൽ കൂടി നമുക്ക് വീടുകളിലെ പാത്രങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും ഇല്ലേ? ചെയ്യാൻ പറ്റാറില്ലേ? നമ്മുടെ വീടുകളിൽ ഒരു ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഇങ്ങനെയുള്ള ഇൻഹേൽ ചെയ്യാനുള്ള മെഷീൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. Okay, the most common and major benefit of the natural steam inhalation therapy is its marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. ഇതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മേജർ ബെനിഫിറ്റ് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയാണ് ഇത് അല്ലെ. നമുക്ക് ഈ ഒരു ഉപകരണം ഇല്ലെങ്കിൽ കൂടി നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ ഒരു തെറാപ്പി ചെയ്യാൻ പറ്റില്ലേ വീടുകളിൽ അല്ലെ. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയാണ് ഇത്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? ഇറ്റ് ഈസ് മാർവലസ് വേ ഓഫ് ട്രീറ്റിംഗ്. ഇതൊരു അത്ഭുതകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസനവുമായി ബന്ധപ്പെട്ട് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രോബ്ലംസിനും കോംപ്ലിക്കേഷൻസിനും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഏറ്റവും മാർവലസ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഈ സ്റ്റീം ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ എന്ന് പറയുന്നത് അല്ലെ. Then generated with the warm and moist air. ഇതെങ്ങനെയുള്ള എയർ ആയിരിക്കും? ഈർപ്പമുള്ള ആയിട്ടുള്ള എയർ ആയിരിക്കും. അങ്ങനെയുള്ള നീരാവി എങ്ങനെയായിരിക്കും? ചൂടുള്ളതായിരിക്കും അല്ലെ. ഒരു ശ്വസിക്കുമ്പോൾ ചൂടുള്ളതും ഈർപ്പമുള്ളതുമുള്ള ഒരു മോയിസ്റ്റ് എയർ അല്ലെങ്കിൽ വായുവാണ് നമുക്ക് ഇത് ശ്വസിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ഇത് ബെനിഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നേട്ടമുള്ളതാണ് അല്ലെങ്കിൽ പ്രയോജനപ്രദമാണെന്ന് പറയുന്നത്. ഒരു സ്റ്റീം ഇൻഹേലറും നെബുലൈസറും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. പണ്ട് കാലങ്ങൾ മുതൽ ഇപ്പൊ ഈ ഒരു ഉപകരണം ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീടുകളിലെ പാത്രങ്ങളോ കാര്യങ്ങളോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഏതൊരു റെസ്പിറേറ്ററി പ്രോബ്ലംസിലും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും എന്താ വിത്ത വാം ആൻഡ് വളരെ ചൂടുള്ളതും ഒരു ഈർപ്പമുള്ളതുമായിട്ടുള്ള ഒരു എയർ അല്ലെങ്കിൽ വായുവായിരിക്കും ഇത് ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വസിക്കുമ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആണോ? സ്റ്റീം ഇൻഹേലർ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്കോ. എക്കോ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. എക്കോ ചെയ്യാന്നൊക്കെ പറയാറില്ലേ? എക്കോ ചെയ്യാൻ പോയി എന്നൊക്കെ പറയുന്നല്ലേ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു ജംഷീൻ ഒന്ന് പറഞ്ഞേ, എക്കോയിൽ എന്തൊക്കെയാണ് പ്രത്യേകത? എന്തിനു വേണ്ടിയാ എക്കോ ചെയ്തത്? എന്തിനു വേണ്ടിയാ ചെയ്തത്? വാൽവിന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിട്ടോ? ഓക്കെ ഓക്കെ, എങ്ങനെയായിരുന്നു ചെയ്ത കാര്യം? പ്രൊസീജിയർ എങ്ങനെയായിരുന്നു?
എന്താണ് അതിന്റെ പ്രൊസീജിയർ? നമ്മൾ ചെസ്റ്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു എന്താണ് നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ നമ്മൾ സ്കാനിങ് ചെയ്യാറില്ലേ, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ സ്കാനിങ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ് നമ്മുടെ സ്റ്റൊമക് ഭാഗത്താണെങ്കിൽ ചെസ്റ്റിന്റെ ഭാഗത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എക്കോ എന്ന് പറയുന്നത്. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഈ എക്കോ ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്കോകാർഡിയോഗ്രഫി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. രണ്ട് പേരുകളിൽ ഈ എക്കോ അറിയപ്പെടുന്നുണ്ട്. And echo uses sound waves to design pictures of your heart chambers, valves, walls and the blood vessels, that is aorta, arteries and veins attached to your എന്താണ് അവിടെ നിങ്ങളുടെ ഇതിലാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അവിടെ. സ്കിൻ എന്നാക്കാം കേട്ടോ, യുവർ സ്കിൻ അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ എന്നാക്കാം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സ്കിൻ ആക്കി. ഈ ഒരു എക്കോ എന്ന് പറയുന്ന ടെസ്റ്റ് അതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? എക്കോകാർഡിയോഗ്രഫി ഓർ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നറിയപ്പെടുന്നത്. ഈ എക്കോ യൂസസ് സൗണ്ട് വേവ്സ് ടു ഡിസൈൻ പിക്ചേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. ഇവിടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ചേംബേഴ്സ്, അറകള്, വാൽവുകള്, വാൾസ് അല്ലെങ്കിൽ ഭിത്തികള്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ് ഏതൊക്കെയാ? അയോർട്ട, ആർട്ടറീസ്, ധമനികള്, വെയിൻസ്, സിരകള് മുതലായിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്ക് നമ്മുടെ സ്കിന്നുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസിലേക്ക് പിക്ചർ എടുക്കാൻ അല്ലെങ്കിൽ ചിത്രം എടുക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് എക്കോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എക്കോ നമ്മൾ എന്താണ് അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ പ്രഗ്നന്റ് വുമൻസിന്. അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് തന്നെയാണ് ഇവിടെ എക്കോ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് ഹാർട്ടിന്റെ ചേംബറുകളുടെ, വാൽവുകളുടെ, വാൾസ് അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ്, അയോർട്ട, ആർട്ടറീസ്, വെയിൻസ്, നമ്മുടെ സിരകള്, ധമനികള് മുതലായിട്ടുള്ള ബ്ലഡ് വെസൽസിന്റെയും എല്ലാത്തിന്റെയും പിക്ചർ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് എക്കോ എന്ന് പറയുന്നത്. And a probe called a transducer is passed over your chest. നമ്മൾ അൾട്രാസൗണ്ട് പഠിച്ചില്ലേ, ഒരു ട്രാൻസ്ഡ്യൂസർ കേസ് അല്ലെങ്കിൽ സ്റ്റിക്ക് പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് ജെല്ലിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പഠിച്ചില്ലേ? പഠിച്ചോ? അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എക്കോ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്, ആ ഒരു ഇതിനെ പറയുന്നത് പ്രോബ് കോൾഡ് ട്രാൻസ്ഡ്യൂസർ. ഇതിനെയും ട്രാൻസ്ഡ്യൂസർ സ്റ്റിക്ക് പോലെയുള്ള ഒരു മെറ്റീരിയൽ ഓക്കെ ഈസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. ചെസ്റ്റ് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കണ്ടാല് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും. കണ്ടോ? ആ ഒരു വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഭാഗം കണ്ടോ? ഒരു ട്രാൻസ്ഡ്യൂസർ, ഒരു പ്രോബ് ആണ് എന്തിനു പറയുന്നത് കേട്ടോ. ആ ഒരു ഭാഗം, ഒരു സ്റ്റിക്ക് പോലെയുള്ള ഒരു ഭാഗം ചെസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് വിടുന്നത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സൗണ്ട് വേവ്സ് അതിലൂടെ ട്രാക്ക് ചെയ്യുകയും അതിലൂടെ നമ്മൾ ആ ഹാർട്ടിന്റെ ചേംബറിന്റെ, വാൽവുകളുടെ, വാൾസ്, ഭിത്തികളുടെ, ബ്ലഡ് വെസൽസിന്റെ എല്ലാം ചിത്രം എടുക്കുകയും ചെയ്യും. വായിച്ചു നോക്കിയേ, ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ എക്കോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് EEG. കേട്ടിട്ടുണ്ടോ? EEG കേട്ടിട്ടുണ്ടോ? നമ്മൾ ECG പഠിച്ചു. അതുപോലെ തന്നെ EEG. ECG ആണെങ്കിൽ ഏത് ഭാഗത്തിന്റെ, ഏത് ഓർഗന്റെ ആണോ നമ്മൾ നോക്കുന്നത്? ECG ഏതിന്റെയാ? ഹാർട്ടിന്റെ. EEG ആണെങ്കിലോ? EEG ആണെങ്കിലോ ബ്രെയിനിന്റെ അല്ലെ? ബ്രെയിനിന്റെ ആണ് കേട്ടോ. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഒന്ന് മാറിപ്പോവാനുള്ള ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ECG ആണെങ്കിൽ EEG ആണ്. രണ്ടു തമ്മിൽ ഒന്ന് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ ക്ലിയർ ആയിരിക്കും.
Okay, EEG. And EEG is used to find problems in the electrical function of the brain that may be connected with certain brain disorders. എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡറുകളുമായി ബന്ധപ്പെട്ടുള്ള ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അല്ലെ, അതിന്റെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ബ്രെയിനിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് EEG ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ECG ചെയ്യുന്നത് ഹാർട്ടിന്റെ ഫങ്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ, അതുപോലെ തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങള്, ഇലക്ട്രിക് പ്രവർത്തനങ്ങള് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് EEG എന്ന് പറയുന്നത്. The measurements given by an EEG are used to verify various conditions including seizure disorders such as epilepsy. എന്താണ് epilepsy? കേട്ടിട്ടുണ്ടോ epilepsy? എന്താണ് epilepsy? അപസ്മാരം, അല്ലെ, അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് വരാ എന്നൊക്കെ പറയും നമ്മൾ, അല്ലെ. നോക്കി, അതുപോലെ ഹെഡ് ഇഞ്ചുറീസോ തലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഞ്ചുറീസ് വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീഷർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി പോലെയുള്ള അപസ്മാരം മുതലായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെ, അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് EEG മെഷീൻ എന്ന് പറയുന്നത്. EEG എന്ന് പറയുന്നത് ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ, മേ ബി കണക്റ്റഡ് വിത്ത് എന്തെങ്കിലും സർട്ടൻ ബ്രെയിൻ ഡിസോർഡറുകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിൽ പലതരത്തിലുള്ള മെഷർമെന്റുകൾ എടുക്കാം. ഒന്നില്ലെങ്കിൽ ആ വരുന്ന പേഷ്യൻസിന് ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ ബ്രെയിനിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് EEG. ക്ലിയർ ആണോ? വായിച്ചു നോക്കി, വേഗം ഒന്ന് വായിച്ചു നോക്കി EEG. EEGയുടെ ഫുൾ ഫോമോ ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് ഇതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, അല്ലെ. EEGയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേ, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. സ്പെല്ലിംഗ് വേണോ? ഇലക്ട്രോന്റെ അറിയാലോ, ELECTRO, ഇലക്ട്രോ. എൻസെഫലോനെ ENCEPHALOGRAM. എൻസെഫലോഗ്രാം. ENCE, എൻസെഫലോഗ്രാം. ക്ലിയർ ആണോ EEG? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഒഫ്താൽമോസ്കോപ്പ്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, എന്തുമായി നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാ? വെരി ഗുഡ്, ഐയുമായി ബന്ധപ്പെട്ട, അല്ലെ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടൊരു ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒഫ്താൽമോസ്കോപ്പ് also called fundoscopy. ഇനി എന്താണ് ഒഫ്താൽമോസ്കോപ്പിന്റെ മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. Is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope of ഫണ്ടോസ്കോപ്പ്. എന്താ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്? ഇതൊരു ടെസ്റ്റ് ആണ് which permit a health professional to watch inside the fundus of the eye. ഐയുടെ fundus of the eye എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഐയുടെ ബാക്ക് സർഫസിനെയാണ് നമ്മൾ പറയുന്നത്, ഒരു ഭാഗത്തെയാണ് പറയുന്നത് കേട്ടോ. ബാക്ക് സർഫസ് ഓഫ് ദ ഐ. അവിടെ എന്തൊക്കെ ഉണ്ടാവും? റെറ്റിന, ഒപ്റ്റിക് ഡിസ്ക്, ബ്ലഡ് എന്താണ് വെസൽസ് മുതലായിട്ടുള്ള എല്ലാ ഇടങ്ങിയിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ബാക്ക് സർഫസ് ഓഫ് ദ
ഐയുടെ ആ ഒരു ഏരിയയാണ് നമ്മൾ ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ആ ഒരു ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഐയുടെ ആ ഒരു ബാക്ക് സൈഡിനെ വാച്ച് ചെയ്യാനായിട്ട് അവിടെ റെറ്റിനയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒപ്റ്റിക് ഡിസ്ക് എങ്ങനെയുണ്ട്, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാനായിട്ട് ഇതിനെപ്പറ്റി പരിശോധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഫണ്ടോസ്കോപ്പ് അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ആൻ ഐ എക്സാമിനേഷൻ. ഒന്നല്ലെങ്കിൽ ഒരു കണ്ണിന്റെ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധനകൾ നടത്താറുണ്ട്. അല്ലെങ്കിലോ ആർ മേ ബി പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് എ കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ. ഒരു സാധാരണ ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നേത്ര പരിശോധനയുടെ ഭാഗമായിട്ടോ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഐ പരിശോധനയാണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഒഫ്താൽമോസ്കോപ്പ് നമ്മുടെ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. നോക്കിയേ, അത് എന്താണ് ഇവിടെ എവിടെയാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്? ആ ഒരു കണ്ണിന്റെ ഏറ്റവും ബാക്ക് സർഫസ്, അതായത് റെറ്റിന, നമ്മുടെ ഒപ്റ്റിക് ഡിസ്ക്, ബ്ലഡ് വെസൽസ് മുതലായവ അടങ്ങിയിട്ടുള്ള ആ കണ്ണിന്റെ ബാക്ക് സൈഡ് സർഫസിനെയാണ് ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ആ ഒരു ബാക്ക് സർഫസിനെ ഒരു ഹെൽത്ത് പ്രൊഫഷണല് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. ഇനി അതിന് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ഈ ഒരു പ്രൊസീജിയർ എന്തെങ്കിലും ഒരു സാധാരണ ഒരു നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് ചെയ്യാം, അല്ലെങ്കിലോ ഒരു സാധാരണ ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ടും ഈ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള എക്സാമിനേഷൻ നടത്താവുന്നതാണ്. വായിച്ചു നോക്കിയേ, ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി കേട്ടോ. കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോൾട്ടർ മോണിറ്റർ. എന്താണ് ഹോൾട്ടർ മോണിറ്റർ? ഇത് തമ്മിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ടോ? ആ ഒരു പിക്ചർ കണ്ടിട്ട് ECG-യുമായിട്ട് ഒരു കണക്ഷൻ തോന്നില്ലേ? അത് തന്നെ. ECG-യില് ഇവിടെ ഇത് തമ്മിലുള്ള പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ECG ആവുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് പറഞ്ഞിരുന്നു അല്ലെ? ECG-ക്ക് നമ്മൾ ECG സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ എൻഡ് ചെയ്യുന്ന സമയം വരെയുള്ള ഹാർട്ടിന്റെ റെക്കോർഡിങ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പറഞ്ഞില്ലേ? ഈ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ നമുക്ക് ആ ഹാർട്ടിന്റെ ഒരു 24 മണിക്കൂർ മുതൽ ഒരു 48 മണിക്കൂറോ അതിൽ കൂടുതൽ ലോങ് ടൈമോ ഒക്കെ ഹാർട്ടിന്റെ റെക്കോർഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് വഴി മെഷർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ശരിക്കും ECG പ്രൊസീജിയർ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് വ്യത്യാസമുള്ളത്? ECG ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിനുള്ളിലുള്ള റെക്കോർഡിങ്സ് ആണ് കിട്ടുന്നത്. എന്നാൽ നമുക്ക് ഹോൾട്ടർ മോണിറ്ററിലാകുമ്പോൾ ഒരുപാട് ലോങ് ടൈമിലുള്ളത്, അതായത് ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ ആ സമയത്തെയും റെക്കോർഡിങ്സ് നമുക്ക് ഒരു ഹോൾട്ടർ മോണിറ്റർ വഴി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതെന്താണ്? നമ്മുടെ ECG ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് അല്ലെ, നമുക്ക് അവിടെ ചെന്നിരുന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഹോൾഡർ മോണിറ്റർ അങ്ങനെയല്ല, പോർട്ടബിൾ ആണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ബോഡിയിൽ അത് എന്ത് ചെയ്തു? ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവര് പോകുന്നതിനോടൊപ്പം അതും സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം പീരീഡ്, കൃത്യമായ ടൈം പീരീഡ്, വളരെ ചെറിയ ടൈം പീരീഡ് അല്ല, കുറച്ചുകൂടി ലോങ്ങർ ആയിട്ടുള്ള ടൈം പീരീഡിൽ ഉള്ള ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. Okay, Holter monitor. A Holter monitor is a portable device which operates with the help of a battery. ഇതൊരു ബാറ്ററിയുടെ സഹായത്തിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. It measures and records your heart's function, that is ECG, constantly for 24 to 48 hours or longer, depending on the type of
മോണിറ്ററിംഗ് യൂസ്ഡ്. ഏത് തരത്തിലുള്ള മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മോണിറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് ഒന്നില്ലെങ്കിൽ 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് റെക്കോർഡിംഗ് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനും സാധിക്കും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലോങ്ങർ പീരീഡിലുള്ള മെഷർമെന്റ്സ് നമുക്ക് ഈ ഒരു ഉപകരണം വഴി എടുക്കാൻ പറ്റും. ദ ഇൻസ്ട്രുമെന്റ്സ് ഹാസ് ദ സൈസ് ഓഫ് എ സ്മോൾ ക്യാമറ. ഒരു ചെറിയ ക്യാമറയുടെ സൈസിലുള്ള ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ആ ഒരു പിക്ചറിൽ കണ്ടല്ലോ അല്ലെ. Then it has wires with silver dollar size electrodes that fix to your skin. എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് വയേഴ്സ് ഉണ്ടാവും. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ക്യാമറ, ചെറിയൊരു ക്യാമറ സൈസ് ഉള്ള ഒരു ഉപകരണമാണ്. അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് പോർട്ടബിൾ ആണ്, നമുക്ക് കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിൽ നിന്ന് വയേഴ്സ് ഉണ്ടാവും. അത് സിൽവർ ഡോളർ സൈസ് ആയിട്ടുള്ള ചെറിയ ഡോളർ സൈസ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, സ്കിന്നിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കും. കണ്ടോ, അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, നമ്മുടെ ECG ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ സിൽവർ ഡോളർ ചെറിയ ഡോളർ സൈസ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, സ്കിന്നിലേക്ക് ഫിക്സ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പൊ ഹോൾട്ടർ മോണിറ്ററും ECGയും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളാണുള്ളത്. ECG ആകുമ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ ആകുമ്പോഴോ നമുക്ക് പോർട്ടബിൾ ആണ്, നമുക്ക് കൊണ്ടു നടന്ന് നമുക്ക് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. പിന്നെ ബാറ്ററിയിലാണ് ഹോൾട്ടർ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ECG ആകുമ്പോൾ ഒരു ഫിക്സഡ് ടൈം പീരീഡിനുള്ളിലുള്ള മെഷർമെന്റ് കിട്ടുള്ളൂ. അതായത് ഹോൾട്ടർ മോണിറ്റർ ആകുമ്പോഴോ ഒരു 24 മുതൽ 48 മണിക്കൂർ വരെയുള്ള ഹാർട്ടിന്റെ ഫങ്ഷൻസ് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഹോൾട്ടർ മോണിറ്റർ ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാല് ഇത്രയുള്ള വ്യത്യാസം. നമ്മുടെ ECG നമ്മൾ പഠിച്ചില്ലേ, ECG പഠിച്ച പോലെ തന്നെ ഹോൾട്ടർ മോണിറ്ററിലെയും ECG പോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ഹോൾട്ടർ മോണിറ്ററിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പോർട്ടബിൾ ഡിവൈസ്, നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ബാറ്ററിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ നമ്മുടെ ECGയിലെ പോലെ തന്നെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും ഈ ഒരു ഹോൾട്ടർ മോണിറ്റർ വഴി സാധിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ECGയിലാവുമ്പോൾ കൃത്യമായിട്ടൊരു ടൈം പീരീഡിനുള്ളിലുള്ള മെഷർമെന്റ്സേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഹോൾട്ടർ മോണിറ്റർ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടന്ന് ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ ഒരു 24 മുതൽ 48 മണിക്കൂർ വരെയുള്ള ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള ഹോൾട്ടർ മോണിറ്റർ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയത്തെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും ഈ ഒരു ഹോൾട്ടർ മോണിറ്റർ വഴി സാധിക്കുന്നുണ്ട്. ഇതൊരു സ്മോൾ ക്യാമറ സൈസിലുള്ള ഒരു ഉപകരണമാണ്. ഇതിൽ നിന്ന് പല വയേഴ്സ് ഉണ്ടാവും. അതിനടുത്തായിട്ട് ഡോളർ സൈസിലായിട്ടുള്ള ഇലക്ട്രോഡ്സ് സ്കിന്നിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതുവഴിയാണ് നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും. ക്ലിയർ ആയോ റംല? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കാർഡിയാക് ടേബിൾ. കണ്ടിട്ടുണ്ടോ ഈ ഒരു ടേബിള്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ചിലർക്ക് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഇല്ല, കുറച്ച് പേര് കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, ഈ ഒരു കാർഡിയാക് ടേബിള് കണ്ടിട്ടില്ല അല്ലെ? നോക്കി, ഈ ഒരു കാർഡിയാക് ടേബിൾ എന്തിനു വേണ്ടിയാണ്? എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് പേഷ്യൻസിന് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു ടേബിൾ ആണ് ഈ പറയുന്ന കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ബെഡ് ടേബിൾ
table set in front with a pillow on it. Patients can incline forward and take rest. ഇനി ഒരു ബെഡ് ടേബിൾ ആക്കി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് നേരെ ആ പേഷ്യൻസിന് എന്ത് ചെയ്യാം, ഇൻ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ്, ഒരു പില്ലോ ഇട്ടിട്ട് നമുക്ക് അതൊരു ബെഡ് ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പേഷ്യൻസ് ക്യാൻ ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്, അവർക്ക് നേരെ കിടന്നുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബെഡ് ടേബിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. And table without a pillow is used for writing at the meals. ഇനി ഈ ടേബിളില് പില്ലോ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ റൈറ്റിങ്ങിന് അല്ലെങ്കിൽ എഴുതുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മീൽസ് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിട്ടോ. ആൻഡ് യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ, എന്തെങ്കിലും കാർഡിയാക് കണ്ടീഷൻ ഉള്ള പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും മെഡിസിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആസ്മയുള്ള പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ കിടപ്പ് രോഗികൾക്കാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് വേണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും എന്താണോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ. അത് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന, ഹോസ്പിറ്റലൈസ് ആയി കഴിയുമ്പോൾ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ടേബിൾ ആണ്. ഇത് ബെഡ് ടേബിൾ ആയിട്ട് നമുക്ക് ബെഡ് ആയിട്ടുള്ള ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഒരു പില്ലോ കവർ വെച്ചിട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാം, നിവർന്നത് കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിലോ ഈ ടേബിൾസ് പില്ലോ കവർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പില്ലോസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു എഴുതുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മീൽസ് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനോ, ആസ്മയോ അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് കാർഡിയാക് ടേബിൾ. വായിച്ചു നോക്കി കാർഡിയാക് ടേബിള്. ക്ലിയർ ആണോ കാർഡിയാക് ടേബിള്? ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് EMG, ഇലക്ട്രോമയോഗ്രഫി. EMG അത് നോട്ട് ചെയ്ത് വെച്ചേ, ഇലക്ട്രോമയോഗ്രഫി അല്ലെങ്കിൽ EMG. The muscle response or electrical functioning response to a nervous stimulation of the muscle. ഇവിടെ മയോ എന്ന് പറയുമ്പോൾ തന്നെ മസിൽസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇലക്ട്രോമയോഗ്രഫി അല്ലെങ്കിൽ EMG എന്ന് പറയുന്നത് മസിൽസുമായി ബന്ധപ്പെട്ട മസിൽസിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പേശികളുടെ പ്രതികരണം അല്ലെ. ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവസ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. ഒരു മസിൽസിന്റെ നെർവ്സിലെ നമ്മുടെ നെർവിന്റെ അല്ലെങ്കിൽ നാഡിയുടെ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഉത്തേജനം. നാഡിയുടെ ഉത്തേജനത്തിൽ വഴി ഒരു മസിലിൽ ഉണ്ടാവുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പ്രവർത്തനങ്ങള് മുതലായ കാര്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് EMG. പിക്ചറിൽ ഓൾറെഡി പിക്ചറിൽ നമുക്ക് കണ്ട കുറച്ചുകൂടി മനസ്സിലാവും. അവിടെ പിക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ഈസ് യൂസ് ടു ഹെൽപ്പ് ഫൈൻഡ് ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ദ ടെസ്റ്റ്. One or more small needles, also called electrodes, are connected through the skin into the muscle. നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ നമ്മുടെ ഇലക്ട്രോഡ്സ് വെച്ച് നമ്മൾ എടുക്കാറില്ലേ, മെഷേഴ്സ് എടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്കിന്നിനുള്ളിലെ മസിൽസിലേക്ക് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ചെറിയ സ്മോൾ നീഡിൽസ് എന്ത് ചെയ്യും, ഒന്നോ അതിൽ കൂടുതലോ ചെറിയ നീഡിൽസ്, ഓൾസോ കോൾഡ് ഇലക്ട്രോഡ്സ്, അതിനെ വിളിക്കാം ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. അതെന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് കൊടുക്കുന്നു. എവിടേക്കാണ്, സ്കിന്നിനടിയിലുള്ള മസിൽസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ടെസ്റ്റിന്റെ സമയത്ത് നമുക്ക് ആ ഒരു ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മസിൽസുമായി ബന്ധപ്പെട്ട് ന്യൂറോൺസും മസിൽസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമുള്ള ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് EMG അല്ലെങ്കിൽ ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ
നമ്മുടെ പേശികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു മസിൽസ് എങ്ങനെയാണ് ഇതിന് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനം കിട്ടുമ്പോൾ മസിൽസ് എങ്ങനെയാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോമയോഗ്രഫി, മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. ഒരു മസിലിലേക്ക് ഒരു നെർവ് ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകുമ്പോൾ മസിൽസ് എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രതികരിക്കുന്നത് അതാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. അപ്പൊ അതിന് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനം കൊടുക്കുന്നതിന് വേണ്ടി സ്കിന്നിനടിയിലുള്ള മസിൽസിലേക്ക് ഒന്നോ അതിൽ കൂടുതലോ നീഡിൽസ് അല്ലെങ്കിൽ അതിനെ വിളിക്കാവുന്ന എന്ത് പേരാ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യുകയും അതുവഴി അവരുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ എന്താണ് മസിൽസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, എങ്ങനെയാണ് മസിൽസ് അതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് വൈകല്യങ്ങളോ കാര്യങ്ങളോ വ്യക്തിക്കുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് EMG അല്ലെങ്കിൽ ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ ഇലക്ട്രോമയോഗ്രഫി. ക്ലിയർ ആണോ EMG? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എയർവേ. It is a medical device called airway or adjunct. It is used to sustain or open a patient's airway. For airway അല്ലെങ്കിൽ എന്താ എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. അവിടെ ഒരുപാട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ നമ്മൾ ഈ ഇതിന്റെ പ്രൊസീജിയറുടെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. It is used to sustain or open the patient's airway. പേഷ്യൻസിന്റെ ആ വായു സഞ്ചാര മാർഗം അല്ലെങ്കിൽ അവരുടെ എയർവേ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് എയർവേ എന്ന് പറയുന്നത്. It does this by preventing the tongue from dropping the epiglottis, which could prevent the person from breathing. അതായത് ടങ്സ് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം വെള്ളമൊക്കെ ശ്വാസകോശത്തിലേക്ക് പോകുന്നതിനെ തടയുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. ആ ഒരു ഭാഗത്തെ ടങ്ക് നമ്മുടെ നാക്ക് അല്ലെ നമ്മുടെ നാവ് ആ എപ്പിഗ്ലോട്ടിസ് എന്ന ഭാഗത്തെ പൊതിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ പേഴ്സൺസിന് ബ്രീത്തിങ്ങിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ബ്രീത്തിങ്ങിന് പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ എയർവേ അല്ലെങ്കിൽ ആ ഒരു വായു സഞ്ചാര പാത എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് നിലനിർത്തുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസുകളെയാണ് എയർവേ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് മെഡിക്കൽ ഡിവൈസുകൾ നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ചെറിയ ചെറിയ കുറെ ഉപകരണങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഒരു എയർവേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാലോ, പേഷ്യൻസിന്റെ എയർവേ അല്ലെങ്കിൽ അവർക്ക് വായു നല്ല രീതിയിൽ ബ്രീത്തിങ് വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടി അതിനുള്ളിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്കത് എപ്പോഴും ഓപ്പൺ ആക്കി നിലനിർത്തുന്ന രീതിയിൽ വെക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപകരണങ്ങളാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് എയർവേ മെഡിക്കൽ ഡിവൈസുകൾ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ എയർവേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് PFT, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്.
പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്തോട്ടോ. PFTയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് are a collection of tests that measure how ably your lungs work. എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട്. And this contains how well we are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. അപ്പൊ ഈ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളാണ്. അത് ഇതിനു വേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ ലങ്സ് എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത് കൂടാതെ how well you are capable of breathing, അത് എത്രത്തോളം നമുക്ക് നന്നായി ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. And how effective your lungs are able to bring oxygen to the rest of your body. ഇനി മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മുടെ ലങ്സിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ നമ്മുടെ മറ്റ് റെസ്റ്റിംഗ് ബോഡികളിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര ഫലപ്രദമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടെസ്റ്റുകൾ ചെയ്യുന്നതിനെയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൾമണറി എന്ന് പറയുന്ന വേർഡ് നമ്മുടെ ലങ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, ഇനി എത്ര നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, ഇനി നമ്മുടെ മറ്റ് ബോഡി ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്ര ഫലപ്രദമായിട്ട് നമുക്ക് ലങ്സിൽ നിന്നും എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വായിച്ചോക്കിയേ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് അവറും മിസ് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു കുറച്ച് സമയം നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഒരു കുറച്ച് എക്യുപ്മെന്റ്സ് കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു 35 ഒക്കെ ആവുമ്പോഴേക്കും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ PFT വരെയല്ലേ നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് യൂറോഫ്ലോ മീറ്റർ. എന്താണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും യൂറോഫ്ലോ മീറ്റർ? യൂറിനുമായിട്ട് അല്ലെ. Then uroflowmetry is a diagnostic test which is used to measure the flow of urine in the course of urination. അപ്പൊ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒഴുക്ക്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ യൂറിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. The speed of urine flow is calculated electronically and evaluated how well the urinary tract work. എന്ത് ചെയ്യുന്നു, ആ ഒരു യൂറിന്റെ സ്പീഡ് അല്ലെ, ആ ഒരു യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ആ ഒരു അളവ് എത്രത്തോളമാണ്, അതിന്റെ ഒഴുക്കിന്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവാലുവേറ്റഡ് ഹൗ വെൽ ദ യൂറിനറി ട്രാക്ട് വർക്ക്. ഇനി എത്രത്തോളം നല്ല രീതിയിലാണ് യൂറിനറി ട്രാക്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങള് വിലയിരുത്താനായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ യൂറോഫ്ലോമെട്രി ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഓഫ് യൂറിൻ ഇൻ ദ കോഴ്സ് ഓഫ് യൂറിനേഷൻ. യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ ആ ഫ്ലോ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ. ഇനി ദ സ്പീഡ് ഓഫ് യൂറിൻ ഫ്ലോ, അവിടെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ യൂറിന്റെ ഫ്ലോയുടെ അല്ലെങ്കിൽ ഒഴുക്കിന്റെ സ്പീഡ് അവിടെ എത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവാലുവേറ്റഡ് ഹൗ വെൽ ദ യൂറിനറി ട്രാക്ട്, എത്രത്തോളം നന്നായി നമ്മുടെ യൂറിനറി ട്രാക്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിലയിരുത്താനും ഈ ഒരു ടെസ്റ്റ് വഴി സാധിക്കുന്നുണ്ട്. നമുക്കിത് നമ്മുടെ ECGയുടെ ഒക്കെ റീഡിങ്സ് എടുക്കുന്നത് പോലെ തന്നെ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യൂറോഫ്ലോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫ്ലോയും സ്പീഡും ഒക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. വായിച്ചു നോക്കി യൂറോഫ്ലോമീറ്റർ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബൈനോക്കുലാർ മൈക്രോസ്കോപ്പ്. പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ മൈക്രോസ്കോപ്പ് ഒക്കെ പഠിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും പല പല ടെക്നിക്കുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതാണ് കേട്ടോ. നോക്കിയേ, the base is the support mechanism. അപ്പൊ ഒരു ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു രോഗനിർണയം നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപകരണമാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. Binocular microscope is a microscope with a head and that has 2 eyepiece lens. നമ്മുടെ ലബോറട്ടറിയിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് ഇത് അല്ലെ. നോക്കിയേ, ഈ ഒരു ബൈനോക്കുലർ മൈക്രോസ്കോപ്പില് ഇസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ്. അതിനൊരു ഹെഡ് ഭാഗം ഉണ്ടാവും അല്ലെ, ഒരു ഹെഡ് ഭാഗം ഉണ്ടാവും. ദാറ്റ് ഹാസ് 2 eyepiece lens, 2 eyepiece ലെൻസുകളുള്ള ഒരു ഹെഡ് ഭാഗം ഉണ്ടായിരിക്കും. At present, binocular is generally used to refer to compound or high power microscope. ഇപ്പൊ നമ്മുടെ നിലവിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നവ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈ പവർ, ഉയർന്ന എന്താണ് പവർ യൂസ് ചെയ്തുകൊണ്ടുള്ള മൈക്രോസ്കോപ്പുകളാണ്. Where the 2 eyepieces view through a single objective lens. ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ ഈ 2 ഐപീസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് നമ്മുടെ ലബോറട്ടറികളിലൊക്കെ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ടോ അല്ലെ, ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മുടെ ബയോപ്സി പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പുകളുടെ പ്രസൻസ് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം ആണ് ഇത് ചെയ്യുന്നത്. അതിൽ മൈക്രോസ്കോപ്പിലെ ഹെഡില് ഒരു
2 ഐപീസ് ലെൻസുകൾ ഉണ്ടായിരിക്കും. ഇനി നിലവിൽ ഇപ്പോൾ നല്ല കോമ്പൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പവർ ഉള്ള മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് 2 ഐപീസുകളെയും വ്യൂ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ ആയിരിക്കും ഈ 2 ഐപീസുകളെയും നമ്മൾ വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രിഫ്യൂജ്. പഠിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? സെൻട്രിഫ്യൂജ് ലാബുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ലാബുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നോക്കിയേ, a centrifuge is a laboratory instrument that is used to separate fluids, gas or liquid. ഇപ്പൊ ഫ്ലൂയിഡ്സ് ദ്രാവകങ്ങളോ വാതകങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡ്സോ കാര്യങ്ങളോ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. എന്തിന്റെ ബേസിസിലാണ്? അതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ലിക്വിഡ്സോ ഗ്യാസോ ഫ്ലൂയിഡ്സോ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. Then separation is attained by spinning a vessel that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel. ഇനി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ is attained by എങ്ങനെയാണ് അത് ലഭ്യമാകുന്നത്? ബൈ സ്പിന്നിങ് എ വീൽ. അവിടെ ഒരു സ്പിന്നിങ് എ വീൽ, അതിനുള്ളിലുള്ള ഒരു വെസൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം അല്ലെ, ആ ഒരു പാത്രം എന്ത് ചെയ്യുന്നു? വളരെ ഉയർന്ന സ്പീഡില് കറക്കും, സ്പിൻ ചെയ്യും അല്ലെങ്കിൽ കറക്കും. അങ്ങനെ കറക്കുന്ന സമയം അങ്ങനെ കറക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ പ്രൊസീജിയർ ചെയ്തെടുക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? അപകേന്ദ്ര ബലം അല്ലെ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ അപകേന്ദ്ര. ഇങ്ങനെ കറക്കുന്ന സമയത്ത് ആ ഒരു ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ്, വളരെ ഹെവിയർ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കള് is to the outside of the vessel, ആ ഒരു വെസലിന്റെ പുറത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബുകളിലൊക്കെ ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ട്. അപ്പൊ അതില് ഹൈ സ്പീഡിൽ ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിന്റെ ഡെൻസിറ്റിയിലെ സാന്ദ്രത, ഇപ്പൊ ചില എന്താണ് ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു ഫ്ലൂയിഡിൽ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ആയിട്ടല്ലേ ഉണ്ടാവുക അല്ലെ? അപ്പൊ അതിലെ ലിക്വിഡ് ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗം മുകളിൽ വരും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. എന്താണ്? അതെ, കേടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സെൻട്രിഫ്യൂജ് കറക്കി കഴിയുമ്പോൾ വെള്ളത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ ഭാഗം മുകളിൽ നിൽക്കും, അതിനും കുറച്ചും കൂടി കട്ടി കൂടിയ ഭാഗം മിഡിൽ പോർഷനിൽ നിൽക്കും, അല്ലെങ്കിൽ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ലാസ്റ്റ്. ഒരു ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരു ഇപ്പൊ നമ്മുടെ എന്താണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയുള്ള ഓരോ പ്രൊസീജിയറിനും നമ്മൾ ഇങ്ങനെയുള്ള സെൻട്രിഫ്യൂഗുകൾ എന്താണ് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഏതൊരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് ആണെങ്കിലും ആ ലിക്വിഡിൽ പല സാധനങ്ങൾ മിക്സ് ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ളത് ഏറ്റവും മുകളിൽ വരും. അതെ, ബ്ലഡിൽ നിന്ന് പ്ലാസ്മ എടുക്കാൻ അതുപോലെ പല മെത്തേഡുകൾ. അപ്പൊ ബ്ലഡിലാവുമ്പോൾ ഫ്ലൂയിഡ് ആയിട്ടുള്ള വാട്ടർ പാർട്ട് മുകളിൽ വരും, അതിന് കുറച്ചുകൂടി കട്ടി കൂടിയ പ്രോട്ടീൻ ഭാഗങ്ങൾ അടുത്ത ഇതിൽ വരും, ഏറ്റവും കൂടുതൽ കട്ടി കൂടിയ ഭാഗം അടിയിൽ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ടെസ്റ്റ് ട്യൂബ് ആണ് എടുക്കണമെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് വേർതിരിച്ച് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത്. ഒരു ഹൈ സ്പീഡിൽ, ഭയങ്കര ഹൈ സ്പീഡിലാണ് നമ്മളിത് കറക്കുന്നത്. അതൊരു കൃത്യ സമയം ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിൽ ഇത് കൃത്യമായിട്ട് കറങ്ങി വരുന്ന സമയത്ത് നമുക്കത് ഓരോന്നും വേർതിരിച്ച് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. വായിച്ചു നോക്കിയേ സെൻട്രിഫ്യൂജ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മിനി റോട്ടറി ഷേക്കർ. മിനി റോട്ടറി ഷേക്കർ ഇതും നമ്മുടെ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണങ്ങൾ തന്നെയാണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയം. പല വോളിയത്തിലുള്ള ഗ്ലാസ് വെസൽസിലെയോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ ഫ്ലൂയിഡ് തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. അല്ലെ, ഷേക്കൊക്കെ നമ്മൾ ഷേക്ക് അടിക്കുന്നത് ചെയ്യാറില്ലേ വീടുകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒക്കെ പോയി നമ്മൾ മിക്സ് ചെയ്തല്ലേ ഇരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും ടെസ്റ്റ് ട്യൂബുകളിലാവാം, അല്ലെങ്കിൽ പല വോളിയംസ് ഉള്ള ഗ്ലാസ് വെസൽസിൽ പല ഡിഫറെന്റ് വോളിയംസിൽ നമ്മൾ ഫ്ലൂയിഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. ദിസ് ഷേക്കേഴ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി. ഈ പറയുന്ന ഈ ഒരു ഉപകരണം എന്തിലൊക്കെ ആപ്ലിക്കബിൾ ആണ്, ഇതിലൊക്കെ പ്രയോജനകരമാണ്? നമുക്ക് പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി മുതലായിട്ടുള്ള സ്റ്റഡീസിലെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. ഈ മിനി റോട്ടറി ഷേക്കർ പ്രധാനമായിട്ടും പല വോളിയംസിൽ, ഒരു ഗ്ലാസ് വെസലിലെ ആണെങ്കിലും ടെസ്റ്റ് ട്യൂബിലെയും പല വോളിയംസിലുള്ള ഫ്ലൂയിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ്. വായിച്ചു നോക്കി മിനി റോട്ടറി ഷേക്കർ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ത്രെഡ്മില്ല്, കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ത്രെഡ്മില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ത്രെഡ്മില്ല് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, ഹൃദയ സമ്മർദ്ദ പരിശോധന എന്ന് മലയാളത്തിൽ പറയും, ഹൃദയ സമ്മർദ്ദ പരിശോധന. ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. ഈ ഒരു ത്രെഡ്മില്ലിന് മറ്റൊരു പേര്, ഈ ഒരു ടെസ്റ്റിന് മറ്റൊരു പേര് എന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ആണ്. This is a cardiological test that evaluates the heart's capacity to respond to external stress in a controlled clinical environment. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടില് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദത്തെ പ്രതികരിക്കാനായിട്ട്, ആ ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവാണ് നമ്മൾ ആ ഒരു റെസ്പോണ്ട്, ആ ഒരു സ്ട്രെസ് കിട്ടുന്ന സമയത്ത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റ്, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ബാഹ്യ സമ്മർദ്ദം കിട്ടുമ്പോൾ ഹാർട്ട് അതിന് കപ്പാസിറ്റി എത്രത്തോളം, എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്, അവിടെ ഹൃദയത്തിന്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവാണ് നമ്മൾ അവിടെ നോക്കുന്നത്, പ്രതികരിക്കാനുള്ള ആ ഹൃദയത്തിന്റെ കഴിവ്. അതിനെ വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് ആണ് കാർഡിയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. Then the stress response is perceived by excite or by drug stimulation. ഇനി ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് എങ്ങനെയാണ്? is perceived by, ഇതിനെ നമുക്ക് പ്രേരിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? by excite or by drug stimulation. എന്തെങ്കിലും ഉത്തേജനങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ ഡ്രഗ്സ് സ്റ്റിമുലേഷൻ ആണ് ഉത്തേജിപ്പിക്കുക, ഡ്രഗ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഒരു സ്ട്രെസ്സിനെതിരെ ആ ഹാർട്ടിനെ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കാനായിട്ട് വിധേയമാക്കുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ആ ഹാർട്ടിന് എത്രത്തോളം അവിടെ പ്രതികരിക്കാനുള്ള ഒരു കഴിവ്, ഹാർട്ടിന്റെ കഴിവാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോളജിക്കൽ അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ സമ്മർദ്ദ പരിശോധനയാണ്. അപ്പൊ ഇതെപ്പോഴും കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത് എങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കും? എങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്ന അല്ലെ ആളുകൾക്ക് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞവരോ, അവരുടെ ഹാർട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെ ഒരു സ്ട്രെസ് വന്നാൽ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം വന്നാൽ എങ്ങനെയായിരിക്കും ഹാർട്ട് അതിനെ പ്രതികരിക്കുന്നത്, ആ ഹാർട്ടിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ അല്ലെങ്കിൽ വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിൽ ഇത്ര സ്പീഡിലായിരിക്കും അല്ലെ, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, അത് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റ് നടത്തുന്നത്. അവർ ഒരുപാട് സമയമൊന്നും കൊടുത്തില്ല, അവർ കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഇത്ര സ്പീഡിൽ അവരെങ്ങനെയാണ് ആ ഒരു ഉത്തേജനത്തിനെതിരായിട്ട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലേഷനെതിരായിട്ട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റിയാണ്, ഈ കഴിവിനെയാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. വായിച്ചു നോക്കിയേ ത്രെഡ്മിൽ അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്.
ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.